ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ നമ്മളിത് സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കാണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പോട്ടാണ്. അത് നല്ല കണ്ടലൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്നാൽ പ്രതീമച്ചനാണ് അത് പോളറച്ച ഗ്ലാസ് വെച്ച് മീൻ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ സഞ്ജയ് കെട്ടോടെ നിൽക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഏരിയ ഉണ്ട് ഇവിടെ. ഇങ്ങനെ കണ്ടിൽ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കാടിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഗ്യാപ്പുണ്ട്. ഇവിടെ നിൽക്കുന്നത് നല്ല തെളിവാണ് കാണാൻ. നല്ല അടിപൊളി തെളിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഈ കാറ്റ് വന്നിട്ട് ഇങ്ങനെ ഓളം തള്ളുന്നുണ്ട് കണ്ടോ. ഓളം തള്ളുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കണം വെള്ളം. കടലിൽ തിരമാല വഞ്ഞാണ്. അപ്പോൾ ക്ലിയർ ആവണില്ല കാണാനായിട്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം 1-2 മീനെങ്കിലും അടിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ കരിമീനാണ് ടാർഗറ്റ്. കരിമീൻ അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഡേപ്പ് ഡാർട്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നത്, ലോക്കലുള്ള ടൈപ്പ് കേട്ടോ. അപ്പോൾ ഇതിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് 1-2 മീനെങ്കിലും ഷൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ നോക്കാം. എന്താ പ്രതി വെച്ചാൽ വല്ലതും കണ്ട? വഞ്ഞുണ്ട്. ഉണ്ട്. കിട്ടി പാടയോ. അടിപൊളി സെറ്റ് സാധനം. അടിപൊളി ഒരു കരിമീൻ കിട്ടി. അടിപൊളി കണ്ട. ഡീപ്പായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ഡീപ്പായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഒരു 200 ഗ്രാമൊക്കെ വരുന്ന അടിപൊളി ഒരു കരിമീൻ അഴിച്ചെടുക്കാം നമുക്ക്. പ്രതീമച്ചാണ് അവിടെ ക്യാമറ കൺട്രോളിങ് കേട്ടോ. അവിടെ അടിപൊളി. ഓക്കെ. അപ്പോൾ കുറച്ചധികം റിസ്ക് എടുത്താണ് അടിക്കണം. കാരണം കണ്ടൽക്കാലിൻ്റെ ഉള്ളിലാണ്. ശരിക്കും അടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൽക്കാലിൽ ചുറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടിച്ച ഉടനെ ലൈൻ വലിച്ചു പിടിച്ചാൽ മാത്രമേ ഇങ്ങനെ കയറിപ്പോരുള്ളൂ കേട്ടോ. നോക്കി ഇവിടെയൊക്കെ നല്ല വെള്ളം തെളിവാണ്. പക്ഷെ അവിടെ നിന്ന് കാറ്റിൻ്റെ ഓളം അടിക്കുന്നുണ്ട്. ശരിക്കും പാലങ്ങണിയിൽ കൂട്ടവാട്ടുകളെന്ന് പറയുന്നുണ്ട്. അടിക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് മാറിക്കളഞ്ഞത്. അടിയിലങ്ങോട്ട് നിപ്പുണ്ട്. നോക്കട്ടെ കൊണ്ടാന്നുള്ളത് അറിയില്ല. ഉണ്ട്. അടിയിലൊരു ചെറിയ പാട്. പിലോപ്പിയായിരുന്നടാ. ഞാൻ എന്താന്ന് പോലും കണ്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്ര ഡീപ്പിലെന്ന് വെച്ചിട്ട് ഇത് കണ്ട ഒരു കളറ് കണ്ടടിച്ചത്. ആ കറക്റ്റ് അടിയായിരുന്നു. കാണാൻ പറ്റില്ലാന്ന് ശരിക്കും. നാടൻ സിലോപ്പിയ. അടിപൊളി ഒരു നാടൻ സിലോപ്പി. കളറ് മാത്രമേ കണ്ടല്ലോ കേട്ടോ. ശരിക്കും മീനെ കണ്ടില്ലായിരുന്നു. അത് കാരണം എന്താണെന്ന് മനസ്സിലായില്ല. അടിച്ചു കഴിഞ്ഞപ്പോഴാണ് സാധനം കൊണ്ടാന്ന് പോലും പറഞ്ഞില്ല. ഓട്ടമൊന്നും ഇല്ല. അവിടെ തന്നെ കിടക്കിയിരുന്ന അടി കൊണ്ട്. അപ്പോൾ 2ാമത്തെ മീനായിരുന്നു. ഓക്കെ. ഡാർട്ടിൻ്റെ ബാക്ക് വശം കേട്ടോ അഴിച്ചെടുത്ത്. ചെതമ്പലി ഡാർട്ടൊന്ന് ക്ലീൻ ചെയ്താൽ കേട്ടോ. ഓക്കെ. അപ്പോൾ 2 മീൻ കിട്ടി. ഇനിയിപ്പോൾ ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഇന്ന് നമുക്ക് അപ്പർ സൈഡിലേക്ക് മാറി നോക്കാം. ഓക്കെ. ഒരു വല്ലാങ്ങോട്ട് വീച്ചിട്ട് അതിനെ അടിക്കണമെങ്കിലില്ലേ പൊള്ളിക്കാൻ സെറ്റപ്പ്. കട്ട് ചെയ്താ ഇതേപോലെ ഞണ്ട് നിൽക്കാൻ കൊടുക്കാമോ? കൊടുത്തിട്ടേക്കണം. ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ തന്നെ ഓടുമെന്ന് അറിയാൻ പറ്റില്ല. ഓടിയാണെങ്കിൽ പെട്ടെന്ന് അടിക്കും കേട്ടോ. ഞാൻ ഒരു ഞണ്ട് ഓടല്ലേ. ഞണ്ട് ചെമ്മീൻ അടിക്കാൻ കേട്ടോ. ഇത് കയറി വഞ്ഞാണ്ട്. ഞണ്ട് ഓടിക്കളഞ്ഞ്. എന്താടാ നല്ല അടിപൊളിയായിട്ട് വന്നായിരുന്നു കയറി ഇവിടം വരെ. കണ്ട ഉണ്ട്. പോരട്ടെ. അടിപൊളി റിസ്കി ഷോട്ടായിരുന്നു കേട്ടോ. ഉയ്യോ നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. എവിടെയാണ് കൊണ്ടിരിക്കുന്നത്? വയറിൻ്റെ ഭാഗത്തെ. തിരിഞ്ഞാൽ മതി. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയടാ ബ്രൈഡേ. പൊട്ടരുത്. മീൻ തിരിഞ്ഞു വരട്ടെ. ലോക്കലുള്ള ഡാർട്ടല്ലേ. പോകുവാന്നറിയില്ല. എന്നാലും കരയിലെത്തി. അടിപൊളി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോത്തിന് മേലുണ്ട് കേട്ടോ. കിലോപ്പിന് ആദ്യം കാണിച്ചിറങ്ങി. അത് കണ്ട സൈസ് ഉണ്ട്. ടൈലൊക്കെ ഇടർത്തി അടിപൊളി സൈസാണ്. നല്ല തടിയുണ്ട് കേട്ടോ സാധനത്തിന്. പക്ഷെ തൂക്കം കാണും. നമുക്ക് ഗസ് ചെയ്താലും ചിലപ്പോൾ പറയണ വീട്ടിൽ കൂടുതൽ കാണും. കാരണം നല്ല തടിയുണ്ട് ഇതിന്. ഒറ്റൊരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. നല്ല നിപ്പ് അടിപൊളിയായിരുന്നു. നല്ല ഡീപ്പായിരുന്നെങ്കിലും ഉണ്ടല്ലോ
നല്ല തെളിവ് വെള്ളമായത് കാരണം നല്ല ക്ലിയർ ആയിട്ട് കാണായിരുന്നു നോക്കാൻ. ഇതേ മീൻ തരാൻ വന്നത്. മീൻ ഇതിനകത്തോട്ട് കയറിയല്ലോ തന്നെ. രണ്ടെണ്ണം ഇല്ല, അതേ കിട്ടിയുള്ളൂ. അതിൽ വേണ്ട, ഞാൻ നോക്കട്ടെ ഇനി കിട്ടിയാണെങ്കിൽ കടിക്കാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറെ ചോറിട്ടിട്ടുണ്ട് കേട്ടോ. ചോറിട്ട് കാണാറുണ്ട്. പൊടിമീൻ മുന്നേ നന്നായിട്ട് കാണുന്നൊക്കെ ഉണ്ട്. വള്ളത്തിയാണ് കൂടുതൽ. കരിമീത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം ഈ അരിയിൽ കാണുന്നില്ല. കരിമീൻ കറിയൊക്കെ കയറാറായ ചട്ടിയിൽ ഇനിയും ചാടിയ ചട്ടിയിലെന്ന് പറയാം. എന്നാൽ ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയിൽ അല്ലേ? ഏതേ വന്നതാണ് കയറിയത്. ഇവനെ പൊടിമീൻ വന്ന് പൊതിയണേ അല്ല, അവന് പുറകിലേക്ക് ഇറങ്ങി മാറിയല്ലേ. പുറത്ത് മാറിയപ്പോൾ പക്ഷെ അവനെല്ലൊരു വലുതുരുത്തനാണ് ഇവിടെ വന്നത്. ഇപ്പം അവനെല്ലാം കൂട്ടമായിട്ട് വന്ന് ഇവിടെ പൊതിയണുണ്ട്. പിന്നെ കണ്ടില്ല അതിന്. ദാട്ടം വലിച്ചിട്ടുണ്ടല്ലോ ഓടിയത്. ഓടണം. അതില്ല കൊണ്ട് കട്ടാക്കിയ ഇത് അടി കൊണ്ടിട്ടുണ്ട്. ഞാൻ ആ ഡാട്ടൻ്റെ മേത്തിരിക്കണുണ്ട്. പക്ഷേ നൂല് കാരണമേ ഇത് ഇങ്ങനത്തെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ലൈനായത് കാരണം മീനിട്ട് അടി കൊള്ളണതോ ലൈൻ കിടക്കണതോ കാണുന്നില്ല. അതേ ഇത് ഞാൻ നോക്കുമ്പോൾ ഡാട്ട അതിൻ്റെ പുറകിൽ കിടക്കണേ ഞാൻ കണ്ട്. തിലോപ്പിയുടെ പുറകിൽ ഇതേ ഒരു നാടൻ തിലോപ്പി. ഇത്ര നേരം 2-3 കരിമീൻ 2-3 വലിയ തിലോപ്പി വന്നിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. അതേ ഒരു ചെറിയ തിലോപ്പിക്കിട്ട് അടിച്ചപ്പോൾ കറക്റ്റ് കൊണ്ടാക്കണം. ഗേസ് എന്താ കോമഡി ആയിപ്പോയില്ല ഇന്നത്തെ ഷൂട്ട്. വലിയ തിലോപ്പിയും കരിമീൻ അടിച്ചിട്ട് കിട്ടാന്നിട്ട് ചെറുതിനടിച്ചപ്പോൾ കൊണ്ടാക്കാം. അതെ എന്തായാലും കുഞ്ഞൂസിനെ വറുക്കാൻ അതിലൊരു കീറലുണ്ട്. എനിക്ക് കുറേ കീറലിൽ കൂടെ താഴ്ത്തു പോകും കേട്ടോ തിലോപ്പി. എന്നാലും വറുക്കാളെ 2 തിലോപ്പിനെ പിടിക്കണേ. ഇന്ന് വേറെ ടാർഗറ്റൊന്നും ഇല്ല. ഇന്ന് വലിയ ശോകമാണ് കേട്ടോ ഫിഷിങ്. ഇപ്പം നമ്മൾ കിട്ടിയ മീൻ നമ്മളിതേ നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ തന്നെ കൊടുത്തത് നമ്മൾ. ഇപ്പം നമുക്ക് കറി വെക്കാട്ട് 2 ചെറിയ തിലോപ്പി വറുക്കാനായിട്ട് എന്തെങ്കിലും കരിമീൻ ആ തിലോപ്പി നമുക്ക് നോക്കാം. ഷൂട്ട് കൊടുത്തു. ഉണ്ട് ആളം കരിമീൻ. ഓടാ ചുറ്റിയടാ പോയി. അവിടെ മൊത്തത്തിൽ ചുറ്റിപ്പോയി. എൻ്റെ മോനെ അവിടെ മൊത്തത്തിൽ ചുറ്റിയിട്ടുണ്ട്. അത് കാലിൽ മൊത്തം ചുറ്റി കേട്ടത്. അത് ഇറങ്ങാണ്ട് കിട്ടിയല്ല. മുഴുത്ത കരിമീനായിരുന്നു കേസ്. ഇല്ലേ കരിമീനെ കിടന്ന് ചുറ്റി കിടക്കണം നല്ലോണം. ഇത് പണിയാൻ 8ൻ്റെ പണിയാൻ. എൻ്റെ ദൈവമേ ഇത് ആ കണ്ടൽക്കാലിലിപ്പോൾ ചുറ്റി താൻ ഇറങ്ങണമെന്ന് അവൻ എനിക്ക് നോക്കട്ടെ. ഞാനൊന്ന് നല്ലോണം ചുറ്റിയിട്ടുണ്ട്. ഇപ്പുറത്തെ കണ്ടൽക്കാല് വരെ ചുറ്റി പോയത്. കണ്ടൽക്കാല് വലിച്ചാൽ പോരുമെന്നുള്ളത് അറിയില്ല. അതിൽ കൂടെ കയറാൻ പറ്റുമോ നോക്കി. അത് മാറ്റി വെച്ചു. ഞാൻ ഇതിൽ തന്നെ കൺട്രോൾ ചെയ്തോളാം. ഗേസ് അപ്പോൾ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണം. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. മീൻ അതിൽ പോയിട്ടില്ല. മീൻ ഇത് വലിക്കുന്നുണ്ട് കേട്ടോ. മീൻ അതിനെ തന്നെ ഉണ്ട്. ഓക്കെ ഗേസ് അവിടെ ചെന്നിട്ട് നമുക്ക് എടുത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. കരിമീൻ അവിടെ വന്നിട്ട് പൊളയുന്നുണ്ട് കേട്ടോ ഗേസ്. ഇതേ ഈ വന്ന് ചാരിയിരിക്കണ കണ്ടൽക്കാലിൻ്റെ നേരെ താഴത്തെ കിടക്കണം. അതെ പ്രതിമച്ചൻ അതിലൂടെ ചെല്ലുന്നുണ്ട്. സാധനം പോയിട്ടില്ല. നമുക്ക് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാനാണ് മിസ്സാക്കുന്നത്. കാരണം നല്ല മുഴുത്തൊരു കരിമീനായിരുന്നു. അണ്ടർ വാട്ടർ കണ്ടു. ഇവിടെ തെളിവിൽ അണ്ടർ വാട്ടർ എന്ന് വെച്ചാൽ മീനായിരുന്നു. നല്ല അടിപൊളി ഷൂട്ടാണ് കൊണ്ടുപോകുന്നത്. അത് തന്നെ ആ കാലിൽ ചുറ്റിയാക്കണത്. അത് വലിച്ച് ഞാൻ പോരും ചിലപ്പോൾ. ഞാൻ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഗേസ് ഇതേ മീൻ കിടക്കണം കേട്ടോ. ഇതിലേ കിടക്കണം ചുറ്റി കിടക്കണം കേട്ടാ. ആ കണ്ടൽക്കാലത്ത് തന്നെ ഉണ്ട്. അത് വളഞ്ഞു വരുമോ അത്? അതിനകത്ത് തന്നെയാണ് സീനായിട്ട് ചുറ്റിയാക്കണം കേട്ടാ. ചുറ്റിയിട്ടുണ്ട്. ഓക്കെ ഗേസ് എന്തെങ്കിലും തോട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ മീനെ തോണ്ടിയെങ്കിലും എടുക്കാമായിരുന്നു നിങ്ങളായിട്ട്. അത് വളയുവാ. അഴിഞ്ഞു പോന്നു. അതിൽ നിന്ന് അഴിഞ്ഞു പോന്നു. ഓക്കെ ഗേസ് ഇതേ പോന്നു. ഇപ്പോഴേ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് കയ്യിൽ കിട്ടിയത്. ഇത് കണ്ട സെൻട്രൽ ഷോട്ടും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മീൻ പോകാഞ്ഞത്. അടിപൊളിയൊരു കരിമീൻ എന്ന് വെച്ചാൽ അടിപൊളിയൊരു കരിമീൻ. റെക്കോർഡിംഗ് ആണോ ഇത്? ഓക്കെ റെക്കോർഡിംഗ് ആണെന്നുള്ളത് പോലും അറിയില്ല. കാരണം കൺട്രോളിങ് ഫോണിലായിരുന്നു കൺട്രോളിങ് ചെയ്തെന്ന് വെച്ചാൽ. ഞാനിപ്പോൾ ഇല്ല മാനുവൽ കൺട്രോളിംഗ് ആണ് ചെയ്യണം കേട്ടോ. കറക്റ്റായെന്ന് എനിക്കറിയില്ല. എന്തായാലും കിട്ടിയ കരിമീൻ നല്ല കൈപ്പത്തി സൈസ് എന്ന് വെച്ചാൽ അന്യായ സൈസ് ഒരു കരിമീൻ. അതെ പ്രതിമച്ചാൻ അവിടെ ഇറങ്ങി വഞ്ഞോളൂ കേട്ടോ. അതെ കരിമീൻ നമുക്ക് അഴിച്ചിടാം. ക്യാമറ കൺട്രോളിങ് അവിടെ കണക്ഷൻ ലോസായി. അപ്പോൾ ഇത് കണ്ട ചുറ്റിയാകണം. ചുറ്റും നോക്കി എത്ര തിരിയലാണ് തിരിഞ്ഞാക്കണമെന്ന് നോക്കിയത് കിടന്നു. കരിമീൻ നല്ല കറക്കം കറങ്ങിട്ടുണ്ടായി കിടന്നുണ്ട്. അത് കൈ പിടിച്ചിട്ട് പോലും നിന്നില്ല. ഇത് കണ്ട അടിച്ചടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടെ കയറി ഇതിലെ കൂടിയാണ് പാസ് ചെയ്ത് നോക്കാം. കണ്ട നല്ല ക്ലിയർ ഷോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധനം പോവാഞ്ഞത് അതാണ് മെയിനായിട്ട്. ആ കരിമീൻ പോയായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ചത്തുപോകും. കാരണം കീറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ജീവിക്കാൻ പറ്റില്ല. അത്ര അതിൻ്റെ അവയവങ്ങൾ മുറിഞ്ഞു പോകും. ഗേസ് ഇപ്പോൾ ഷൂട്ട് ചെയ്തൊരു മീനൊക്കെ ഉണ്ട്.
ഇല്ലേ അടിപൊളിയായിട്ട് കിട്ടിയത്. പക്ഷേ ആ ഷൂട്ട് കിട്ടിയില്ല കേട്ടോ, ക്യാമറ ഓഫായ സമയത്ത്. ഇത് കറങ്ങി ചുറ്റിയിട്ടുണ്ട് കേട്ടോ ശരിക്കും. ചെറിയ കരിമീന കറി വെക്കാൻ വേണ്ടി വറക്കാൻ വേണ്ടി 2 3 അടിച്ചെടുക്കണം. ഇങ്ങനെ ഇതൊന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിലല്ല ചുറ്റിക്കളഞ്ഞേക്കണം. ഒന്ന് കിടക്കണ്ടിരിക്കും ഇങ്ങനെ. ഇത് നോക്കി, ഈ മീനിനെ ഇങ്ങനെ തന്നെ അഴിച്ചെടുക്കണം തിരിച്ച്. കാണാൻ പോലും പറ്റണില്ലേ, നൂലേ പിരിഞ്ഞാക്കാൻ എങ്ങോട്ടാണെന്നുള്ള അറിയാൻ പറ്റണില്ല. ഓക്കെ, അപ്പോൾ അതെ അത്യാവശ്യം നല്ലൊരു കരിമീനാണ്. ചെറുതാണെങ്കിലും വറുക്കാൻ നമുക്ക് പറ്റും. ഞാൻ ഇതിലൂടെ തന്നെ കുത്തിയെടുക്കുകയാണ് കേട്ടോ, അഴിച്ച് സമയം കളഞ്ഞില്ല. കാരണം മീൻ വന്ന് നിൽപ്പുണ്ട്, അതുകൊണ്ടാണ് അഴിച്ചെടുക്കണം. ഇതേ കയറി വന്നാണ് സാധനം. ഇതേ വടക്കോട്ട് പതുക്കെ വന്നിട്ട് അവിടെ നിന്ന് കേട്ടോ. ഉയ്യോ, അതേ പുറത്തോട്ട് ഓടി, പുറത്തോട്ട് ഇറങ്ങിപ്പോയത്. ഇല്ല പോയി നിൽക്കണതാ. ആ 2 ഇല കിടക്കാൻ അടിയിൽ നിൽക്കണ സാധനം. ഒന്നെങ്കിൽ അതിനെ അടി കൊണ്ടു കഴിഞ്ഞാൽ കിട്ടണം, ഇല്ലെങ്കിൽ അവിടെ ഒടക്കുക സാധനം. അതാണ് പ്രശ്നം അവിടെ. ഓ കൊണ്ട് ഹെവി സാധനത്തിന് അടിച്ചിട്ട്. പുറത്തേക്ക് പോകരുത്. ആ റിട്ടേൺ വരുന്നുണ്ട് അവനതിൽ. അയ്യോടാ, അവിടെ ചുറ്റിയല്ല. ആ പോന്ന് പോവാ, ഇങ്ങോട്ട് അഴിഞ്ഞു. ആ പോന്നട മോനെ, കൊല കൊമ്പൻ. ഇതേ വന്നതാ സാധനം. ഹെവി. ആ ചെമ്പല്ലേ ഇത്. ഇതേ ആഹാ, ഞാൻ പറഞ്ഞ ആ സാധനമേ ചെമ്പല്ലിനെ കണക്കിടുന്നത്. അത് നോക്കി, ഞാൻ പറഞ്ഞിട്ട് അടിച്ചത്. ഒന്നെങ്കിൽ അവനിട്ട് അടി കൊള്ളണം, അടി കൊണ്ടില്ലെങ്കിൽ അവിടെ വല കിടപ്പുണ്ട് അടിയിൽ. ആ വല ഇവിടെ തൂക്കി പിടിക്കാൻ പറ്റില്ല, കൈ വേനെടുക്കാൻ. ലൈൻ തറഞ്ഞു കയറണം കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ ഗേസ് ഇതേ റിസ്കി ഷോട്ടിൽ നിന്ന് അടിച്ച് കയറ്റിയ സാധനം കേട്ടതേ. സാധനത്തിൻ്റെ സൈസ് നോക്കി, എൻ്റെ അമ്മ ഒലക്കേ ഇത്. ഇതേ തുളഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ചെകളയുടെ ഡാർട്ട് വന്നാക്കണല്ലേ. അത് നീ അടി കൊണ്ടിട്ടുണ്ടെന്നോ, നേരത്തെ അടി എന്തോ കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട ഇത് സൈസ് എന്ന് വെച്ചാൽ അന്വേഷിച്ച് ഒരു 1 kg + 3 ഉണ്ട് അല്ലേ, 1,300. ഇതേ സൈസ് നോക്കി അറിയാം. എൻ്റെ അമ്മച്ചി മുട്ടൻ സാധനം. കുറേ നേരം അതിനിട്ട് കളിപ്പിക്കണം. ഞാൻ ഇന്നലെ നോട്ട് വിട്ട് വെച്ചാണ് ഞാൻ. അടിപൊളി ഒരു സൈസ് ഒരു സാധനം. അടിപൊളി സാധനം കാണിച്ചാടാ. ഇത് കണ്ട, പിന്നെ അത് ചെകള ഭാഗത്ത് എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു പാടുണ്ട്. കണ്ട ഹെവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ ഹെവി കണ്ടത്. 2 കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കണ്ട നമ്മളിവിടെ നിൽക്കണ ഇപ്പം നോക്കിയാൽ കണ്ട അന്യായ ഹെവി സാധനം. അപ്പോൾ അത് നമ്മുടെ ഡാർട്ട് കയറിയിരിക്കുന്നത് വാങ്ങണ്ട. അത്ര നല്ല ലോങ്ങിലായിരുന്നു, പക്ഷേ ക്ലിയർ ഷോട്ട്, സെൻറ്റർ ഷോട്ട് നല്ല ക്ലിയർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളി സ്ത്രീയിൽ ടച്ച് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ജൈൻറ്റ് സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് നടുമുള്ളിൽ എവിടെയോ തറഞ്ഞു പോയി നിൽക്കുവാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പുറത്തെ ഒരു ചെറിയ പൊട്ട് പോലെ പാട് വന്നിട്ടുണ്ട്. കണ്ട അങ്ങനെ ഫൈറ്റ് ചെയ്താൽ ചുള്ളിക്കൊമ്പിൽ ഉടക്കി കഴിഞ്ഞപ്പോഴേ കണ്ടല്ല വേലുടക്കി കഴിഞ്ഞപ്പോൾ റിട്ടേൺ കുറച്ച് മാറിയതാണ്. എന്നാലും അതിലെ കൂടെ തന്നെ കണ്ട കറക്റ്റ് ഇതിലൂടെ കയറി വന്നിട്ടുണ്ട്. കണ്ട നമുക്ക് ഊരി എടുക്കാൻ. ഓക്കെ ഗേസ്, ഓക്കെ ഗേസ്, അപ്പോൾ ഇവന് ഊരി എടുക്കാട്ടെ. അയ്യോ, ആ മുട്ടക്കാട്ടൻ അങ്ങനെ കയറി. അവൻ അഴിച്ചെടുക്കട്ടെ. ഓക്കെ, നമ്മുടെ മുൻസു അങ്ങനെ നമ്മൾ നോക്കി നിന്നവന് കിട്ടി. ആഹാ, ഇനി അങ്ങനെ പോകുമെന്ന് കാണാം. എൻ്റെ സഞ്ചിക്കകത്തായി ഗൈസ്. അപ്പോഴത്തെ സന്തോഷം ഉണ്ട് കേട്ടോ. ആകെ ഇവിടെ വന്നിട്ട് കുറച്ച് 2 തിലോപ്പി 2 കരിമീൻ കിട്ടി നമ്മൾ കൊടുത്ത് വീട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയതാണ് ഒരു വലിയ കരിമീനും ഒരു ചെറിയ കരിമീനും പിന്നെ ഒരു തിലോപ്പി ഇപ്പോൾ കിട്ടിയ. തിലോപ്പി നല്ല ജൈൻറ്റ് തിലോപ്പി തന്നെ. ആദ്യം കിട്ടിയ കരിമീനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും നമുക്ക് പണി നിന്ന് അവൻ അടിച്ചവൻ നല്ലോണം ചുറ്റിട്ട് കുറച്ച് റിസ്ക് എടുത്ത്. പക്ഷേ ഇവൻ ആദ്യം നമ്മൾ ഇവിടെ ഒരു ഫസ്റ്റ് ഒരു ഷൂട്ട് അടിച്ചേ. അവൻ ഇച്ചിരി ഡീപ്പിലായിരുന്നു. അവൻ അടിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പുറത്ത് പോയി നിൽക്കുന്ന സമയത്താണ് സെക്കൻഡ് ഷോട്ട് അടിക്കണം. സെക്കൻഡ് ഷോട്ട് കൊണ്ടിട്ട് അവൻ അടിച്ച് പുറത്ത് പോയിട്ട് പുറത്തുനിന്നാണ് നമ്മൾ കണ്ടല് ചുറ്റി അവനെ കറക്റ്റ് റിട്ടേൺ വലിച്ചാണ് നമ്മളിവിടെ പൊക്കി കയറ്റിയത്. ആ കറക്റ്റായിട്ട് ആ ഷൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇതേ കരിമീൻ കണ്ട പാളം കരിമീനാണ് വന്നിരിക്കണം മുമ്പിൽ. പൊങ്ങി വന്ന കരിമീൻ താഴത്തേക്ക് താന്ന് നിൽക്കണം കേട്ടോ. ഇത് പൊങ്ങുവാൻ നോക്കട്ടെ കരിമീൻ. താഴത്തേക്ക് താന്ന് കളഞ്ഞത് പിന്നെ കാണാൻ പറ്റില്ല. കരിമീൻ താന്ന് നിൽക്കണം. കരിമീൻ താഴത്തേക്ക് താന്ന് കഴിഞ്ഞാൽ കരിമീൻ പോയിക്കളഞ്ഞ് മൂവ് ചെയ്ത് പോയിക്കളഞ്ഞ് കരിമീൻ്റെ പാട്ടിനെ പോയിക്കളഞ്ഞ്. അതെ ഒരു റെഡ് തിലോപ്പി കുഞ്ഞ്. പക്ഷേ കൊളുത്തി വെച്ച ഡാർട്ട് ഞാൻ കൊളുത്തി വെച്ച് എൻ്റെ പൊന്നെ കൊണ്ട് അവനിട്ട് കൊണ്ട് ഇതേ വലിച്ചോണ്ട് ഓടണത്. അയ്യോ ഇവിടെ പാളി പോകല്ലേടാ.
ഇവിടെ എവിടെയോ കൊണ്ടാക്കണമെന്നൊന്നും അറിയില്ല. അതെ കിടന്ന് കറങ്ങി കളിക്കണം അവിടെ കിടന്ന്. ഇത് കണ്ടൽക്കാലിൽ ചെന്ന് ചുറ്റി. ഇല്ല പൊങ്ങി ചത്ത് മലച്ച് കണ്ടെല്ലാം ഉടക്കിക്കണത്. ചത്ത് മലച്ചത് ഏതിലെ കൂടിയൊക്കെയാണ് കയറി വീണാക്കണം എന്നുള്ളൊരു പിടുത്തമില്ല. അപ്പുറത്ത് ചെറിയ ശിഖരത്തിൽ കൂടെ വീണല്ലേ ഇത്. ഗേസ് ഡേഞ്ചർ ഏരിയയിൽ വീണത് അത് കണ്ട. അത് ഇച്ചിരി റിസ്കി ഷോട്ടാണ് കേട്ടോ. അത് താഴത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഒരു രക്ഷയില്ല, ഞാനിറങ്ങാം, കുഴപ്പമില്ല, ഞാനിറങ്ങിക്കോളാം. ഇച്ചിരി കഴുകിയിട്ട് നമുക്ക് അവനെ പൊക്കിയെടുക്കാം. ഞാൻ കഴുകാൻ വേണ്ടി ഇട്ടതാണ് അങ്ങനെ. അപ്പുറത്തേക്ക് മാറിയിട്ട് പോരട കയറിപ്പോങ്ങി. അപ്പോൾ അതെ നമ്മൾ സൈൻ ഔട്ട് ചെയ്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്പോട്ടിലോട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാട്ടോ. ഓളം കാറ്റ് മാറിയ കാരണം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാണ്. ഇപ്പോൾ അതേ ഒരു തിലോപ്പിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു തിലോപ്പി. നല്ല റിസ്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഈ തിലോപ്പിനൊക്കെ. ഇതിൽ ഒടിഞ്ഞു പോകും. അതല്ലല്ല ഞാൻ ഇട്ടേച്ച നേരത്തെ ചോട്ടിലേക്ക് മാറ്റിയിട്ടാൽ മതി. ആണോ? നേരത്തെ ഇട്ടത് ഇച്ചിരി പൊക്കത്തായത് കാരണം ഞാൻ താഴത്തേക്ക് താത്തിയാണ്. അല്ല, ഞാനവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ നല്ല ഉണക്കൊമ്പല്ലേ പച്ചയില്ലേ. അയ്യോ ഡാട്ട് കയ്യിൽ നിന്ന് വിട്ടുപോയി. ഡാണ്ട് പോയി കിടക്കണം ഡാട്ട്. അത് നോക്കിയിട്ട് ഡാട്ട് കാണാം. ഓക്കെ, ഡാട്ട് എടുക്കട്ടെ കേസ്. അപ്പോൾ നമ്മുടെ ഡാട്ട് കൈ വിട്ടുപോയി അവിടെ കുത്തിച്ചാരി നിൽക്കണം കേട്ടോ. കണ്ടതുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. കൈ കയറും അതിനകത്ത് കൂടി എത്തി. അത് തന്നെ ഉയ്യോ റിസ്കി ഷോട്ടായിപ്പോൾ. അത് തന്നെ കിട്ടിയില്ല. അത് തന്നെ സാധനം. ഓക്കെ, അതാ മീനും എല്ലാം കൂടെ ഒരുമിച്ച് കൈ കൂട്ടി പിടിച്ചിട്ടേ ഡാട്ട് ഈ കയ്യിൽ തന്നെ പിടിച്ചിട്ട് ആ ഡാറ്റിൻ്റെ ഫിംഗർ ടച്ച് കിട്ടിയില്ല കറക്റ്റ്. ഗ്ലൗസ് ഇട്ടാണ് കാരണം ഫീലിംഗ് ഇല്ല എൻ്റെ കയ്യിൽ ഡാറ്റ് ഇരിക്കുന്നുണ്ട്. അത് വിട്ടുപോയി, ഊർന്ന് പോയി കഴിയുന്നു. ഓക്കെ, ആഹാ നെറ്റിലാണ് കയറിയിരിക്കണം. അടിപൊളി. അവൻ ഇങ്ങോട്ട് പോരട്ടെ. പാടാ നിന്നെ നോക്കി നിൽക്കണേ. നീ ഒരു ആദ്യം ഇവിടെ കൂടെ ഒന്ന് വന്നിട്ട് മൂവ് ചെയ്തിട്ട് ഓടിക്കളഞ്ഞല്ലേ. ഇല്ല ഗേസ്. അയ്യോ കണ്ടൽക്കാലം ചുറ്റി. അയ്യോ സൈഡിലേക്ക് വന്ന് ഞാൻ കണ്ടില്ല അവൻ. തിരിഞ്ഞു പോന്നു. മരക്കൊമ്പിൻ്റെ മേളിൽ കൂടെ വീണതുകൊണ്ട് അവൻ പിന്നീണ്ടും ചുറ്റാണ്ട് നമുക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് കിട്ടി. തിരുനെറ്റിയാണ് കയറിയാക്കണം. നെറ്റി ഇതിപ്പോൾ എടുക്കണത് ഇച്ചിരി റിസ്ക്കാണ്. ഇത് കണ്ട റിസ്ക്കാണ്. റിസ്കേ ചുറ്റി കയറ്റിട്ടെ ഈ കൈ കൊണ്ട് തന്നെ പൊക്കിയെടുക്കാൻ പതിയെ. ഇത് കണ്ട ആ വി ഷേപ്പിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടിയില്ല. അതേ പോകുന്നത് കണ്ട. നെറ്റ് ഷൂട്ടാണ്. നെറ്റ് ഇത് ചുള്ളിക്കമ്പാണ് ഒടിഞ്ഞത്, മുറുങ്ങിപ്പോയത്. അയ്യോ കണ്ട. ഇവിടെ നിന്ന് താഴത്ത് പോയാൽ പോക്കണം കേട്ടോ. ഇതുണ്ട തിരുനെറ്റി. അടിപൊളി. ഒരു 1/2 കിലോ. അമ്മച്ചി ടാസ്ക് ആയിപ്പോയി കണ്ട. അത് പൊട്ടി താഴത്തേക്കാണ് കേട്ടോ. അതിൻ്റെ തൊലി വിട്ടുപോയത്. ഓക്കെ, പച്ചക്കൊമ്പാണത്. പച്ചക്കൊമ്പാണ്. ഓക്കെ, കരിമീനെ പോവല്ലേ. കരിമീൻ ഒരു 2-3 വന്നിട്ടുണ്ട് കേട്ടോ. പ്രതി കാണണില്ല കരിമീൻ നിൽക്കണത്. അതേപോലത്തെ കളറിലാണ് വന്നേക്കണം. വെള്ളത്തിൻ്റെ കളറും അങ്ങനെയാണ്, കരിമീത്തിൻ്റെ കളറും അതേപോലെ. ഒരെണ്ണം കൊണ്ടിട്ടുണ്ട്. ഞാൻ അടിച്ച കരിമീൻ തന്നെയാണ് കൊണ്ടാക്കണം. പക്ഷേ 3-4 ഉണ്ടായിരുന്നു. അല്ലേ അതിനിട്ടാ കൊണ്ടുവന്ന് അറിയില്ല. ഞാൻ നോക്കി ഒരെണ്ണത്തിൻ്റെ കൊണ്ടിട്ടുണ്ട്. തിരുനെറ്റ് ഷൂട്ടാണ്. എല്ലാം നെറ്റ് ഷൂട്ടാണല്ല. പോകാണ്ട് ഇങ്ങോട്ട് മര്യാദക്ക് പതിയെ ഒന്നാ മതി. അയ്യോ ഈ ഷേപ്പിൽ പോയി വീടല്ലേ. തലേ ഷൂട്ടാണ് കേട്ടോ എല്ലാത്തിനും. തല കാരണം കറി വെക്കുമ്പോൾ സുഖമല്ല. തല അങ്ങോട്ട് ചെത്തിക്കളഞ്ഞാൽ മതി. നമ്മുടെ അമ്പ് കൊണ്ട പാട്. തലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടാക്കുന്ന സ്ഥലം നോക്കി. തലയിൽ ഇത് കണ്ട തിരുനെറ്റി. തിരിയട്ടെ, ഞാനൊന്ന് ഇവിടെ നിൽക്കുന്ന സ്ഥലം അത്ര സേഫല്ല. ഓക്കെ, അത് നോക്കിയൊക്കെ നല്ല അത്യാവശ്യം നല്ലൊരു കരിമീനായിട്ട്. അത് കണ്ട അടിപൊളി. കണ്ണ് കലങ്ങിയിട്ടുണ്ട് അതിൻ്റെ. എന്നാലും കുഴപ്പമില്ല. തല വെട്ടിക്കളയാനില്ല. കണ്ണ് നമുക്ക് കറി വെക്കുമ്പോൾ എടുക്കാറില്ല. എന്നാലും കുഴപ്പമില്ല. അവനങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇതേ വന്നാക്കളാടാ വലുത്. കിഴക്കുന്ന വന്നതിന് അടിക്കാം. അതാണ് വലുതിന് നോക്കി തന്നെ അടിക്കാം. അതിനെ തന്നെ കിട്ടി. ജൈന്റ് സാധനം. അട്ടിപ്പൊളി കിണ്ണം കലക്ക് സാധനം. അതെ ഈ ഒരു സാധനത്തിൽ നേരത്തെ ഉടക്കിയല്ല ആരും മീനുമായിട്ട് വന്നപ്പോൾ. ഇത് കേട്ടോ ജോയിൻ്റ് ആയിട്ടുള്ളത്. ജോയിൻ്റ് കരിമീൻ. എൻ്റെ മോനെ 1 കിലോ സൈസ് വന്ന മീൻ. എങ്ങനെ നല്ലൊരു 300 ഗ്രാം കുറയാണ്ടുണ്ട് കേട്ടോ സാധനം. ഇത് നോക്കി അടിപൊളി. സെൻട്രൽ ഷോട്ട് 2 ഉണ്ടായിരുന്നില്ല ഇതേ സൈസ്. അല്ല ഇതാണ് ഇച്ചിരി വലുതുണ്ടായിരുന്നു അല്ലേ.
ഇതിനേക്കാളും ചെറുതാ. ഇത്തിരി ചെറുതായിരുന്നത്. ഇതാ കിഴക്കേ സൈഡിൽ നിന്ന് പാസ് ചെയ്ത് വന്നത്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ. ഓക്കെ, അപ്പോൾ അവനും കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്യാവശ്യം നല്ല വലിയ കരിമീനായിരുന്നു കേട്ടോ. ഓക്കെ, ഇത് അഴിച്ചെടുത്ത് നന്നായി എന്തായാലും. ഇനി നമുക്കത് ഡാർട്ട് കൊടുത്തിട്ട് അടുത്തവനും കൂടെ നോക്കാം കേട്ടോ. ഇത് പടിഞ്ഞാറെന്ന് പറഞ്ഞു ഒരു വലുത്. എൻ്റെ അമ്മച്ചി ജൈൻ്റെ ഐറ്റം വന്നിട്ട് കേട്ടത് കയറി വഞ്ഞല്ല എന്നല്ല. ഇതേ പോണ് വേറെ അല്ല, ഇത് വേറെ അതിനെല്ലാം വലുത് വന്നിട്ടുണ്ട്. ഇതിൽ പുറകെ വഞ്ഞൊരുത്തം കണ്ടോ വലുത് സൈസിന്. അതെ ഇല്ല, ഇപ്പോൾ വന്നത് തിരി. ഇത് കൺഫ്യൂഷൻ ആക്കുമല്ലോ ഇപ്പം എല്ലാം കൂടി വന്നിട്ട്. അയ്യോ, ഇപ്പോൾ അതിനടിക്കും കാണാൻ പറ്റുന്നില്ല രണ്ടെണ്ണത്തിന്. വെള്ളം കലങ്ങിയ മറിഞ്ഞതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. വലിയ പുറത്തുനിന്ന് എത്തും കയറി വന്നുണ്ട്. അടികൊണ്ട് അതേപോലെ ഡെഡിലായി കിടന്നെന്ന് തോന്നുന്നു. ഉണ്ട്. അത് സൈസ് കരിമീനെ, അടിപൊളി കരിമീൻ. അവനെ അടികൊണ്ട് ചെളിക്കടിയിലേക്ക് താന്നില്ല. ഞാനത് കൊണ്ടില്ലെന്ന് ഓർത്തത്. അടിപൊളി ജൈൻറ്റ് കരിമീൻ തന്നെയാണ്. അവിടെ വെച്ച് കണ്ട പോലെ അല്ല, അതെ കരയിൽ കയറി കഴിഞ്ഞാൽ പറയാം സൈസ്. ഇത് നല്ല തൂക്കം കാണും കട്ടി കരിമീൻ. കാരണം അത് വയറിൽ നല്ല തീറ്റ നല്ല വയറ് നിറഞ്ഞിരിക്കുന്ന കരിമീൻ. ഇത് കണ്ട സൈസ് നോക്കിയ കരിമീനത്തിൻ്റെ. ഇത് ഹെഡിൻ്റെ ഏകദേശം നല്ലൊരു സ്പോട്ടപ്പ് നോക്കി തന്നെ അടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ കരിമീനെല്ലാം നല്ല അടിപൊളി കരിമീനാണ് കേട്ടോ. ഒരെണ്ണം മാത്രം നമ്മൾ കുഞ്ഞിനടിച്ചുള്ളത്. മീനൊന്നും കാണാണ്ട് വന്നപ്പോൾ അടിച്ചതായിരുന്നത്. ഇപ്പോൾ കിട്ടിയ കരിമീനെല്ലാം നല്ല പെടപെട്ട കരിമീൻ. ഇന്നത്തെ ദിവസം തന്നെ രാശി. ഓഹോ, ഏകദേശം കാക്കിലോ സൈസ് വരുന്നുണ്ടല്ല കരിമീൻ ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഓക്കെ, ഇന്ന് മാമന് കപ്പയും ചാളക്കറി വൈകിട്ട്. വേണ്ടേ? അങ്ങനെ പറയല്ലേ, എനിക്ക് കപ്പയും ചാളക്കറിയും കഴിക്കാൻ. ഇത് വലിയൊരു കരിമീൻ വന്നിട്ടോ. നല്ല സൈസ് എന്ന് വെച്ചാൽ അന്യായ സൈസ് കരിമീന്. ഇവിടെ അരികിൽ വരെ വന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടില്ല കേട്ടോ അതിന്. ഇല്ലേ പോണു. പക്ഷെ അതല്ല ഞാൻ കരിമീൻ, അതുമല്ല വേറൊരു കരിമീനായിരുന്നു. മുട്ടൻ കരിമീനായിരുന്നത്. എൻ്റെ അമ്മ സൈസ് എന്ന് വെച്ചാൽ അന്യായ സൈസായിരുന്നത്. അത് രണ്ടും പോയല്ലേ അത്. അതേ പോണു. അത് അതിനേക്കാൾ ഇച്ചിരി ചെറുതാണല്ലോ. അത് കൊണ്ട് എൻ്റെ അമ്മ ജൈന്റ് കരിമീൻ. അതിനെ കണ്ടില്ല. ഞാൻ അടിച്ചിട്ട സാധനത്തിനെ കണ്ട. ഇത് അടിച്ചിട്ടാണ് സാധനത്തിനെ കണ്ടത്. അടിച്ചിട്ടാണ് കരിമീനെ കണ്ടത്. എൻ്റെ അവനത്തെ ഞാൻ ഇവിടെ വരുമ്പോഴേ വലിപ്പറിയുള്ളൂ കേട്ടോ. താൻ ഇവിടെ വരുമ്പോൾ താൻ കാണുമ്പോൾ ഞെട്ടു. എന്താണിത്? വിസറിയ? എൻ്റെ അമ്മ, ക്യാമറ എങ്ങനെ ക്ലോസ്ഡ് ആണ്? കറക്റ്റാണ്? ഇതെങ്ങനെയുണ്ട്? മുട്ടൻ കരിമീൻ. കൈപ്പത്തി ഇവിടെ നിന്ന് നമ്മുടെ റീൽസ് സ്റ്റാഫ് കെട്ടിയാണ് അവിടെ രണ്ട് സാധനം. ജോയിൻ്റ് ഇപ്പം കിട്ടിയില്ല, ഏറ്റവും ടോപ്പല്ലേ. എൻ്റെ അമ്മ, മുട്ട കരിമീൻ. ഇത് ഏകദേശം 400-450 ഗ്രാം കാണും കേട്ടോ. ഇത് ഹാൻഡിലൊക്കെ ചുറ്റിട്ടുണ്ട്. വലുതായിരുന്നു. പക്ഷെ ഞാൻ കണ്ടത് ഇതിനെ ഇച്ചിരി വലുതായിരുന്നു കണ്ടത്. പക്ഷെ അത് നേരെ അങ്ങോട്ട് പോയി. പക്ഷെ ഇവിടെ നിന്നിട്ട് അടിക്കാൻ റിസ്ക്കാണ്. കാരണം എനിക്ക് ബാലൻസ് ഇല്ല. മുമ്പാട്ട് വീഴാൻ പോണ പോലെ ഒറ്റത്തടി കഷ്ണത്തിൽ തന്നെ നിന്നിട്ട്. ഒന്നത് വണ്ണമില്ലാത്ത ചെറിയ വടിക്കഷ്ണം കാരണം അതിൽ നിന്നിട്ട് കാല് സീറ്റിംഗ് ആവണില്ല. ആടി കൊടുത്ത് കണ്ട നിൽക്കുന്ന സ്ഥലം കണ്ടോ. ചുള്ളിക്കമ്പ് പോലത്തെ സാധനത്തിൻ്റെ പൊക്കത്താണ് നിൽക്കണം. ഞാൻ പിന്നെ ചാരി നിന്നാച്ചാണ് ഇതിലേക്ക് ഇച്ചിരി. ഓക്കെ കേസ്, ഒന്നുകൂടെ നോക്കട്ടെ. വലുത് വരുമെന്ന് നോക്കാം. അപ്പോൾ അച്ഛൻ പറയുന്നത് നമ്മൾ വീഡിയോ സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ. ഫിഷിങ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടണം. അപ്പോൾ ആദ്യം കിട്ടിയ മീൻ നമ്മൾ വീട്ടിൽ കൊടുത്ത്, ഇവിടെ നമ്മുടെ ചിറ്റയുടെ വീടാണ്. അപ്പോൾ കൊച്ചാപ്പൻ്റെ കൂടെ അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നൊക്കെ ഒരു പിലോപ്പി, ഒരു കരിമീൻ, 2 കരിമീൻ അല്ലേ. അവർ നാടൻ തിലോപ്പി, ഒരു ഗിഫ്റ്റ് തിലോപ്പി, 2 ഗിഫ്റ്റ് തിലോപ്പി, ഒരു കരിമീനും കൂടെ നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു, നമ്മളവിടെ കൊടുത്തായിരുന്നു കേട്ടോ. ബാക്കി അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കറിവൊക്കെ എടുക്കാണ്ട് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് എടുത്തോളാന്ന്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഭാഗ്യം കൊണ്ടാണ് കേട്ടോ. കാരണം ഞങ്ങൾ നിർത്തി പോകാനായിട്ട് പോകാൻ 2 മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ. പക്ഷേ ആ സമയത്ത് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി. അപ്പോൾ ആ മീനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഓക്കെ. അപ്പോൾ സ്ലിംഗ് ഷോട്ടിൻ്റെ ഹാൻഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാൻ. അപ്പോൾ മീനൊരു താഴത്തേക്ക് ഇടാൻ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളി മീനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കരിമീൻ നമ്മൾ വന്നപ്പോൾ തന്നെ പറഞ്ഞ കരിമീനാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുകയും കൂടെ ചെയ്ത്. അപ്പോൾ കരിമീൻ ടാർഗറ്റിൽ കരിമീൻ കിട്ടാൻ നോക്കി 2, 3,
ഇതൊക്കെ നോക്കിയാൽ കരിമീനെന്ന് വെച്ചാൽ സൈസ് കരിമീനുണ്ട് 4 ഇത് 5 കരിമീനുണ്ട്. ഇതൊരു ചെറുതാണ് കേട്ടോ. പിന്നെ അത് തിലോപ്പി എന്ന് പറയുകയാണെങ്കിൽ ഇവനൊരു 1.5 മുതലാണ്. ഈ തിലോപ്പി ഇട്ടിട്ട് നോക്കി ഈ കരിമീനെല്ലാം നിരത്തി വെച്ചാൽ അതിൻ്റെ ഒറ്റ വലിപ്പത്തിലാണ് തിലോപ്പി ഇരിക്കുന്നത്. 2, 3 തിലോപ്പി. എന്നിട്ട് ഇതൊരു ചെറുതാട്ടോ, നാടൻ തിലോപ്പാണ്. നാടൻ നമുക്ക് കറി വെക്കാണ്ട് വറക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇത്രയും മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്ന് കറി വെക്കാൻ എന്തെങ്കിലും മീൻ എടുക്കാം. ഓക്കെ അപ്പോൾ കണ്ടല്ലേ. അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ കേട്ടോ മച്ചാൻ. ഇന്ന് കുഞ്ഞു വന്നില്ല, കുഞ്ഞ് സ്കൂളിൽ പോയി വെക്കണം. അപ്പോൾ അടുത്ത ദിവസം കുഞ്ഞു വന്നിട്ട് കുഞ്ഞുവിൻ്റെ പുതിയ ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പോയിലൊക്കെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ സ്കൂൾ വെക്കേഷൻ വന്നിട്ട് വേണം കുഞ്ഞുനോട്ടൊക്കെ ഇറങ്ങാനായിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.